പലപ്പോഴും സമൂഹം ജെൻഡർ ബ്ലൈൻഡ് ആവുന്നത് തിരിച്ചറിയില്ല. നമ്മൾ വിചാരിക്കും സ്ത്രീകൾക്ക് എല്ലാവർക്കും എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ, അവർക്ക് നല്ല ആഹാരം കൊടുക്കുന്നുണ്ട്, അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്, അവർക്ക് പൈസയ്ക്ക് ഒരിക്കലും കുറവുണ്ടാകുന്നില്ല, അപ്പം നല്ല നല്ല രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്ന എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നില്ലേ എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് ഒരു അറിയാതെ നമ്മൾ ജെൻഡർ ബ്ലൈൻഡായിട്ട് നിൽക്കുന്നു. നമ്മുടേതല്ലല്ലോ കൊടുക്കാനായിട്ട്, അവരുടേതാണല്ലോ അവകാശപ്പെടാനായിട്ട്. അത് തിരിച്ചറിയുമ്പോഴത്തേക്കാണ് നമുക്കൊരു സമൂഹത്തിൻ്റെ അകത്ത് റെസ്പെക്റ്റ് ഉണ്ടാകുന്നത്. അപ്പം ആ ഒരു റെസ്പെക്റ്റ് പൂർണ്ണമായിട്ടും തിരിച്ചറിയാത്ത ഒരു എൻവയൺമെൻറ്റിൻ്റെ അകത്ത് എങ്ങനെയാണ് സ്ത്രീകൾ ലീഡർഷിപ്പിലോട്ട് കടന്നു വരിക? കാരണം അവർ കാണുന്നതും കാണാത്തതുമായിട്ടുള്ള പലതരത്തിലുള്ള ബാരിയേഴ്സ് ഉണ്ട് വളർച്ചയ്ക്ക്. അപ്പോൾ ഈ ഒരു ഇടപെടലിലൂടെ നമ്മൾ കുട്ടികളെ, ഒരു പ്രോമിസിങ് ആയിട്ടുള്ള കുട്ടികൾ ഒരുമിച്ചിരിക്കുന്നു, അവർക്ക് അവരുമായിട്ട് തന്നെ സ്വയം അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കാനായിട്ട് പറ്റും. പിന്നെ ഒരു ലീഡർഷിപ്പിൽ, ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ലീഡർഷിപ്പിൽ ഫേസ് ചെയ്യുന്ന ചലഞ്ചസിനെ കുറിച്ച് അറിയാനായിട്ട് പറ്റും. അതിനുള്ള പരിഹാര മാർഗങ്ങൾ എന്താണ് എന്നുള്ളത് അറിയാൻ പറ്റും. എടുക്കേണ്ടുന്ന സ്ട്രാറ്റജീസ് എന്താണ് എന്നുള്ളത് അറിയാൻ പറ്റും. ഇതെല്ലാം പലരുടെ അനുഭവങ്ങൾ പലതരത്തിലായിരിക്കും. അതിൽ നിന്ന് അവർക്ക് എന്താണോ ശരി, അവരുടെ യാഥാർത്ഥ്യം, അവരുടെ ട്രൂത്ത് എന്താണ് എന്ന് തിരിച്ചറിയാനായിട്ടുള്ള ഒരു അവസരമായിട്ട് ഇത് കാണുന്നു എല്ലാ ഭാവങ്ങളും.